എല്ലാവർക്കും കഥയുടെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഥയല്ല, മറിച്ച് നമുക്ക് വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കൈ സ്ഥലങ്ങളിലുമൊക്കെ ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായി നിരവധി ജീവനുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ധാരാളം നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുൾപൊട്ടൽ എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് കുറച്ച് അറിവുകൾ കിട്ടിയത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. ചൂരൽമല കേരളത്തിൻ്റെ വയനാട് ജില്ലയിലെ മേപ്പാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചൂരൽമല. മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴിയിലാണ് ചൂരൽമല സ്ഥിതി ചെയ്യുന്നത്. അട്ടമല, വെള്ളരിമല, മുണ്ടക്കൈ എന്നിവയാണ് ചൂരൽമലയുടെ ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന മറ്റു ഗ്രാമങ്ങൾ. സൂചിപ്പാറ വെള്ളച്ചാട്ടം ചൂരൽമലയുടെ അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. മേപ്പാടിയിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ് ചൂരൽമല സ്ഥിതി ചെയ്യുന്നത്. 2024 ജൂലൈ 30 പുലർച്ചെ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ ഉരുൾപൊട്ടലിൽ ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമല എന്ന ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായി. ഇനി ഉരുൾപൊട്ടൽ എന്താണെന്ന് നോക്കാം. കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദത്താൽ പുറന്തള്ളപ്പെടുന്ന പ്രതിഭാസം. ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റു ഭൂവസ്തുക്കളും ജലത്തിൻ്റെ അതിമർദ്ദം മൂലം വൻതോതിൽ വളരെ പെട്ടെന്ന് താണ സ്ഥലത്തിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മഴക്കാലത്താണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു. ശിലാപാളികളുടെ ശക്തിക്ഷയവും രൂപാന്തരങ്ങളും മൺപാളികളിലെ രാസഭൗതിക മാറ്റങ്ങളും സസ്യലതാദികളുടെ പരിക്രമണങ്ങളും ശക്തമായ വർഷപാതവും ദ്രവീകരണവും ഉരുൾപൊട്ടലിനുണ്ടാകാനുള്ള കാരണങ്ങളാണ്. ഭൂമികുലുക്കം, മേഘസ്ഫോടനം, വരൾച്ചയെ തുടർന്നുണ്ടായേക്കാവുന്ന പേമാരി, മനുഷ്യ ഇടപെടൽ തുടങ്ങിയവയും ഉരുൾപൊട്ടലിനുള്ള സ്വാഭാവിക കാരണങ്ങളാണ്. കേരളത്തിലെ ഉയർന്ന പ്രദേശമായ ഇടുക്കി ജില്ലയിൽ മഴക്കാലത്ത് പല പ്രദേശങ്ങളിലും ഇവ സർവ്വസാധാരണമാണ്. ഭൂമിയുടെ കിടപ്പ്, ചരിവ്, പാറകളുടെ സ്വഭാവം, മണ്ണിൻ്റെ ഘടന, മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചരിവുകളിൽ കൃഷി, മണ്ണ്, പാറ ഖനനം, റോഡ്, കെട്ടിട നിർമ്മാണം എന്നിവ ചരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു. സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക, ഇടവിള അഥവാ നാണ്യവിള തോട്ടങ്ങളുണ്ടാക്കുക, മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക, ഫാമുകൾ നിർമ്മിക്കുക, കെട്ടിടം പണിയുക, അമിതഭാരം ഏൽപ്പിക്കുക, സ്ഫോടനങ്ങൾ, ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. മലഞ്ചെരുവിലെ ഭൂമിക്കടിയിലെ ജലത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. ഇതോടൊപ്പം പാറകളും വൻവൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു. 72 ഡിഗ്രിയിൽ അധികം ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ്. കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ. ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിൻ്റെ 2010 പഠനപ്രകാരം കേരളത്തിലെ 14.4% മേഖലകളാണ് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതെന്ന് വിലയിരുത്തിയത്. 5607 ചതുരശ്ര കിലോമീറ്ററാണ് അപകടകരമായ മേഖല. ഇതിൽ വയനാട്, നെടുമങ്ങാട് തിരുവനന്തപുരം, മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി കോട്ടയം, തൊടുപുഴ, ഉടുമ്പൻചോല ഇടുക്കി, ചിറ്റൂർ
മണ്ണാർക്കാട് പാലക്കാട്, നിലമ്പൂർ, ഏറനാട് മലപ്പുറം, തളിപ്പറമ്പ് കണ്ണൂർ താലൂക്കുകളിലാണ് കൂടുതൽ സാധ്യത. പുറമെ 25 താലൂക്കുകളും സാധ്യതാ പട്ടികയിലുണ്ട്. കേരളത്തിൽ ഉരുൾപൊട്ടൽ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ: മലകളിലും കുന്നുകളിലും നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും മണ്ണിൻ്റെ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ. മലമുകളിൽ നിന്ന് താഴേക്ക് സ്വാഭാവികമായി നീർച്ചാലുകൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ വെള്ളം കെട്ടിനിന്ന് മണ്ണിലേക്കിറങ്ങി സ്വാഭാവിക ഘടനയിൽ ഉണ്ടാക്കുന്ന മാറ്റം. മഴയുടെ ഘടനാമാറ്റം. ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന അതിതീവ്ര മഴ. ഇത് കേരളത്തിൻ്റെ മലയോരങ്ങളെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമുള്ള അതീവ സാധ്യതാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ: ഉരുൾപൊട്ടലിന് മുമ്പ് പരിഭ്രാന്തരാകാതെ സംയമനം പാലിക്കുക. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യുക. എമർജൻസി കിറ്റ് കരുതുകയും വീട് വിട്ടിറങ്ങേണ്ടി വന്നാൽ കയ്യിൽ കരുതുകയും ചെയ്യുക. അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ടെലിഫോൺ നമ്പറുകൾ അറിഞ്ഞിരിക്കുകയും ആവശ്യം വന്നാൽ ഉപയോഗിക്കുകയും ചെയ്യുക. ശക്തമായ മഴയുള്ളപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കുക. വീടൊഴിയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് അഭയം തേടുക. കിംവദന്തികൾ പരത്താതിരിക്കുക. ഉരുൾപൊട്ടൽ സമയത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ: മരങ്ങളുടെ ചുവടെ അഭയം തേടരുത്. പ്രഥമ ശുശ്രൂഷ അറിയുന്നവർ മറ്റുള്ളവരെ സഹായിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അവരെ അടുത്തുള്ള ആശുപത്രികളിൽ എത്തിക്കുകയും ചെയ്യുക. വയോധികർ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻഗണന നൽകുക. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഗ്യാസ് അടുപ്പ് ഓഫാണെന്ന് ഉറപ്പുവരുത്തുക. ഉരുൾപൊട്ടൽ സമയത്ത് നിങ്ങൾ വീട്ടിനകത്താണെങ്കിൽ ബലമുള്ള മേശയുടെയോ കട്ടിലിൻ്റെയോ കീഴെ അഭയം തേടുക. ഉരുൾപൊട്ടലിൽ പെടുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ പരിക്കേൽക്കാത്ത വിധം സുരക്ഷ ഉറപ്പാക്കുക. ഉരുൾപൊട്ടലിന് ശേഷം പാലിക്കേണ്ട കാര്യങ്ങൾ: ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തേക്ക് സന്ദർശനത്തിന് പോകാതിരിക്കുക. ഉരുൾപൊട്ടൽ പ്രദേശത്ത് നിന്ന് ചിത്രങ്ങളോ സെൽഫിയോ എടുക്കരുത്. ഉരുൾപൊട്ടലിന് ശേഷം വീണ് കിടക്കുന്ന വൈദ്യുതി ലൈനുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ തടസ്സപ്പെടുത്തരുത്. ആംബുലൻസിനും മറ്റു വാഹനങ്ങൾക്കും സുഗമമായി പോകുവാനുള്ള സാഹചര്യം ഒരുക്കുക. കെട്ടിട അവശിഷ്ടങ്ങളിൽ പരിശോധന നടത്തുന്നതിനായി പരിശീലനം ലഭിച്ചവർ മാത്രം ഏർപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് അതത് ജില്ലകളിലെ ദുരന്ത നിവാരണ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം: കനത്ത മഴ പെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ അടുത്തുള്ള നദികളിലോ പുഴകളിലോ ഒന്നും കുളിക്കാൻ പോവാതിരിക്കുക. അതേപോലെ ജലാശയങ്ങളിലെ നിറം വ്യത്യാസമുണ്ടെങ്കിൽ, പുഴയുടെയോ ഒക്കെ നിറം വ്യത്യാസമുണ്ടെങ്കിൽ കഴിവതും അതിനടുത്തേക്ക് പോവാതിരിക്കുക. അതിനടുത്തുള്ളവർ അത് അധികൃതരെ അറിയിക്കുകയും വേണ്ടി വന്നാൽ മാറി താമസിക്കാൻ പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റും. ഈ കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്ദി. അതേപോലെ ഈ വീഡിയോ മാക്സിമം നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക.